പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യവും അതിശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. സർവ്വൈശ്വര്യങ്ങളാലും നിറയ്ക്കുന്ന സർവശക്തനായ ദൈവം അവരുടെ അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലത്തെ ചിന്ത ഒരു പ്രത്യേക സമ്പത്ത് എന്നുള്ളതിനെ കുറിച്ചാണ്. നിങ്ങളൊരു പ്രത്യേക സമ്പത്ത്. ദൈവസന്നിധിയിൽ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, നമുക്കൊരു വിലയുമില്ല, നമുക്കൊരു സ്ഥാനവുമില്ല, നമ്മളെ എല്ലാവരും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്, നമ്മളെ ആരും സ്നേഹിക്കുന്നില്ല, നമ്മളെ ആരും കരുതുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കാറുള്ള ഒരു സാഹചര്യമാണ്. എനിക്കൊരു വിലയുമില്ല, സമൂഹത്തിൻ്റെ നടുവിൽ ഒരു വിലയുമില്ല, ഭവനത്തിൽ എനിക്കൊരു വിലയുമില്ല, മക്കളുടെ നടുവിൽ എനിക്കൊരു നിലയില്ല, മാതാപിതാക്കളുടെ മുമ്പിൽ എനിക്കൊരു വിലയില്ല, ജോലി ചെയ്യുന്ന സ്ഥാനത്ത് എനിക്കൊരു വിലയില്ല എന്ന് നാം ചിന്തിക്കുമ്പോൾ സർവശക്തനായ ദൈവം വ്യക്തമായി നമ്മോട് ദൂതറിയിക്കുക, സമൂഹത്തിൻ്റെ നടുവിൽ ഒരുപക്ഷെ നിനക്ക് വിലയില്ലായിരിക്കാം, കുടുംബത്തിൻ്റെ നടുവിൽ നിനക്ക് ഒരുപക്ഷെ വിലയില്ലായിരിക്കാം, മക്കളുടെ മുമ്പിൽ നിനക്ക് ഒരുപക്ഷെ വിലയില്ലായിരിക്കാം, മാതാപിതാക്കളുടെ മുമ്പിൽ ഒരുപക്ഷെ നിനക്ക് വിലയില്ലായിരിക്കാം, സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ ഒരുപക്ഷെ നിനക്ക് വിലയില്ലായിരിക്കാം. എന്നാൽ സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു, നീ ഒരു പ്രത്യേക സമ്പത്തായി ദൈവം നിന്നെ തെരഞ്ഞെടുക്കുവാൻ തക്കവണ്ണമിടയായി തുറന്നിരിക്കുകയാണ്. ലോകത്തിൽ വിലയില്ല എന്ന് പറയുന്ന നമ്മെ സർവശക്തനായ ദൈവം ഒരു പ്രത്യേക സമ്പത്തായി തെരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുമ്പോൾ ആ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇന്ന് രാത്രിക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകട്ടെ. നിരാശ മാറട്ടെ, വേദന മാറട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ. കർത്താവ് നിന്നെ കരുതുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുമ്പോൾ അതിനാധാരമായിട്ട് ഞാനൊരു വാക്യം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം, ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ, കർത്താവിൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും കർത്താവിൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. അപ്പോൾ പ്രത്യേക സമ്പത്താകണമെങ്കിൽ കർത്താവിൻ്റെ നിയമം പ്രമാണിക്കുവാൻ, കർത്താവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് നാം നിൽക്കുവാൻ തയ്യാറാകുമ്പോൾ ആരെല്ലാം നമ്മെ വിലയില്ലാത്തവരായി തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം നമ്മെ പുച്ഛിച്ച് പുറന്തള്ളിയാലും സർവശക്തനായ ദൈവം പറയുന്നു, ആമേൻ, നിന്നെ മെത്തരമായ അനുഭവത്തിൽ ഒരു പ്രത്യേക സമ്പത്താക്കി മാറ്റുവാനിടയായിത്തീരും. ആർക്കും ലഭിച്ചിട്ടില്ലാത്ത ചില മാന്യതകൾ, ആർക്കും ലഭിച്ചിട്ടില്ലാത്ത ചില പ്രത്യേകതകൾ സർവശക്തനായ ദൈവം നിന്റെ മേൽ അവിടുന്ന് പകരുവാനിടയായിത്തീരും. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ, അപ്പൊ കർത്താവിന്റെ വാക്ക് കേൾക്കണം. എൻ്റെ വാക്കിനല്ല ചെവി കൊടുക്കേണ്ടത്, സമൂഹത്തിന്റെ വാക്കിനല്ല ചെവി കൊടുക്കേണ്ടത്. നാം സർവശക്തനായ ദൈവത്തിന്റെ വാക്കിന് ചെവി കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ, അവന്റെ കൽപ്പന അനുസരിക്കാൻ നാം തയ്യാറാകുന്നു എങ്കിൽ, അവിടെ വായിക്കുന്നു, ആമേൻ, നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ സമൂഹത്തിന്റെ നടുവിൽ, ആമേൻ, കുടുംബത്തിന്റെ നടുവിൽ, മക്കളുടെ നടുവിൽ, സഹോദരങ്ങളുടെ നടുവിൽ ദൈവാത്മാവ് നിന്നെ പ്രത്യേക സമ്പത്തായി ആമേൻ തെരഞ്ഞെടുത്ത് മാനിക്കുവാനിടയായിട്ട്. മാത്രമല്ല അതിന്റെ താഴെ പറയുന്നു, യഹോവ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, പ്രത്യേക സമ്പത്തായി തെരഞ്ഞെടുത്തിരിക്കുക. എന്നിട്ട് പറയുക, ഭൂമിയൊക്കെയും എനിക്കുള്ളതാ, ഭൂമിയൊക്കെയും എനിക്കുള്ളതാ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹം തരാൻ, നിന്റെ വിഷയത്തിന് പരിഹാരം തരാൻ, നീ ഭാരപ്പെടുന്ന വിഷയം എന്താണോ അതിന് പ്രതികാരം തരാൻ അല്ലെങ്കിൽ പ്രതിഫലം തരാൻ ഞാൻ സർവശക്തനായ
ദൈവമാണ് എന്ന് ഇന്ന് രാത്രികാലം ദൂത് വിളിച്ചു പറയുക. ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകട്ടെ. ആമേൻ. സർവൈശ്വര്യങ്ങളാൽ നിറയ്ക്കുന്ന ദൈവത്തിന്റെ അതിമകത്തായ പ്രവൃത്തി വെളിപ്പെടുവാൻ ആമേൻ നിന്റെ ഭാരത്തെ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താട്ട. ഒരു വിലയുമില്ല എന്നും സമൂഹത്തിൽ ആമേൻ നിന്നെ ആരും കരുതുന്നില്ല എന്നും സമൂഹത്തിന്റെ നടുവിൽ ഒരു വിലയില്ല എന്നും നീ ചിന്തിക്കുമ്പോൾ സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു, ആമേൻ നിന്ദിക്കുന്നവരുടെ മുന്നിൽ മേത്തരമായി മാനിക്കുവാൻ കഴിവുള്ള, ആമേൻ മേത്തരമായി സമ്പത്താക്കി മാറ്റുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകട്ടെ. ആമേൻ. സകല ജാതികളിലും വെച്ച് ഏറ്റവും പ്രതിഫലമുള്ള ഒരു സമ്പത്താക്കി തീർക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്നുള്ള പ്രത്യാശയോടെ ഇന്ന് രാത്രികാലം വിഷയങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.